വയനാടിനൊപ്പം തന്നെ വലിയ ദുരന്തമുണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് വിലങ്ങാട്. കാര്യമായ ആൾനാശം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഉരുൾപൊട്ടൽ ബാധിത മേഖലയായ കോഴിക്കോട്ടെ വിലങ്ങാട് സന്ദർശിച്ച് വിദഗ്ധ സംഘം ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്ന 4 അംഗ സംഘമാണ് സന്ദർശിക്കുന്നത്. മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ പരിശോധിച്ച ശേഷം പുനരധിവാസം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും. 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായാണ് വിലയിരുത്തൽ. VS രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, കാര്യമായ ആൾനാശം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അവിടെ സർവസ്വവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ആ നാടിന് ഉണ്ടായിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഇപ്പോൾ അവിടെ ഈ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്? എപ്പോഴായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക? അല്ലെങ്കിൽ എത്രത്തോളം സമയമെടുക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്ന കാര്യത്തിൽ സംഘം വ്യക്തത വരുത്തുന്നുണ്ടോ രഞ്ജിത്ത്? ബിനിൽ, അല്പം മുമ്പ്, അതായത് ഒരു 15 മിനിറ്റ് മുമ്പാണ് ആ വിദഗ്ധ സംഘം വിലങ്ങാട്ടേക്ക് എത്തിയത്. ഇപ്പോൾ അവർ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ഇറങ്ങി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങളാണ് വിദഗ്ധ സമിതി ഇന്ന് പരിശോധിക്കുന്നത്. ഒന്ന് ഇതിൻ്റെ ഒരു ആഘാത പഠനമാണ്, മറ്റൊന്ന് പുനരധിവാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആഘാത പഠനം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത് എത്രമാത്രം ഭീതിതമായ അളവിൽ ജനങ്ങളെ, ജീവനെ, സ്വത്തിനെ, കൃഷിസ്ഥലങ്ങളെ ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നൊരു കണക്കെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. രണ്ടാമതായി ഇതിൻ്റെ പുനരധിവാസത്തിൻ്റെ സാധ്യതയെക്കുറിച്ചാണ്. പുനരധിവാസത്തിന് 2 സാധ്യതകളാണ് ഈ സമിതിയും സർക്കാരും ഒക്കെ അന്വേഷിക്കുന്നത്. ഒന്ന്, നിലവിൽ വിലങ്ങാട് ഭാഗത്ത് നിന്ന്, ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് നിന്ന് 12 വീടുകളാണ് പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുള്ളത്. പക്ഷേ 112 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ ഭാഗികമായി തകർന്ന 112 വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ വേണമെങ്കിൽ അവിടെ ഒരു പുനരധിവാസത്തിൻ്റെ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവാനോ വീണ്ടും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാനോ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ അവിടേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാനോ വീണ്ടും ഈ ജനങ്ങളെ മുഴുവൻ അവിടെ തന്നെ പാർപ്പിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ എത്തിയിട്ടുള്ള വിദഗ്ധ സംഘത്തിൽ ജിയോളജിസ്റ്റുകളും സോയിൽ കൺസർവേറ്റേഴ്സും ഒക്കെ ഉൾപ്പെടെയുള്ള സംഘം പരിശോധിക്കുന്നത് ഈ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ഭാഗത്ത് ഇനി ജനവാസയോഗ്യമാണോ എന്നുള്ള കാര്യമാണ്. അവിടെ ജനവാസയോഗ്യമല്ല എങ്കിൽ അവിടെ ഭാഗികമായി തകർന്ന 122 വീടുകളിലുള്ളവരെ ഉൾപ്പെടെ, പൂർണ്ണമായും തകർന്ന 12 വീടുകളിൽ താമസിക്കുന്നവരെ ഉൾപ്പെടെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. അതല്ല, വിലങ്ങാട് ഭാഗത്ത് ഇനിയൊരു ദുരന്തത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത വിദൂരമാണ് എങ്കിൽ അവിടേക്ക് ഈ ആളുകളെ വീണ്ടും അങ്ങോട്ട് തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ പറ്റും. അവിടെ ഭാഗികമായി തകർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന കാഴ്ചയല്ല സമീപകാലത്ത് കേരളം കണ്ടത്. അതിൻ്റെ ഉദാഹരണം മുണ്ടക്കൈ തന്നെയാണ്. മുണ്ടക്കൈയിൽ 1984 ഇതിനു മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പിന്നീട് 2024, എത്ര വർഷം എടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിദൂരഭാവിയിലെങ്കിലും അവിടെ അപകട സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്ന് പഠിക്കുകയാണ്. അല്ലെങ്കിൽ അത് പൂർണ്ണമായ പുനരധിവാസത്തിലേക്ക് പോയേ മതിയാകൂ എന്ന ഒരു നിലപാടിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അപകട സാധ്യത അളക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നഷ്ടപരിഹാരം പുനരധിവാസത്തിനൊപ്പം തന്നെ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇപ്പോൾ നേരത്തെ ബിനിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം തന്നെ 1984 മുണ്ടക്കൈ ഭാഗത്ത്, പുഞ്ചിരിവട്ടം ഭാഗത്ത്, ചൂരൽമലയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ആഘാതം, അത് മണ്ണിലുണ്ടാക്കിയിട്ടുള്ള ക്രാക്ക് അഥവാ വിള്ളൽ, അതാണ് ഇപ്പോൾ 2024 ഉരുൾപൊട്ടലിൻ്റെ പ്രധാന കാരണമെന്നാണ് കേന്ദ്ര സംഘം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടുത്തെ മന്ത്രിതല ഉപസമിതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടലിൽ വീണ്ടും ക്രാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ആ ഭാഗത്ത് ഇനി ഭാവിയിൽ ചിലപ്പോൾ 10-30 വർഷത്തിനപ്പുറമായിരിക്കാം ഉരുൾപൊട്ടൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ജീവനും ജീവിതവും ഒക്കെ കരുപ്പിടിപ്പിച്ച് ഒരു ജനത അവിടെ അവരുടെ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുമ്പോഴേക്കും ഇത്തരത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിലങ്ങാട് ഭാഗത്തും അത്തരത്തിലൊരു പഠനം നടത്തേണ്ട അത്യാവശ്യമാണ്. ആ ഭാഗത്ത് ഇനി ജീവനും ജീവിതവും ഒക്കെ കരുപ്പിടിപ്പിച്ച് മറ്റൊരു ആവാസ വ്യവസ്ഥ പുനരധിവസിപ്പിക്കാനുള്ള സാധ്യത അവിടെ എത്രത്തോളം ഉണ്ട്. അതല്ല, ആ ഭാഗം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായി, ദുരന്ത ബാധിത പ്രദേശമായി, ദുരന്ത സാധ്യതാ പ്രദേശമായി കണക്കാക്കി
കണക്കാക്കാമെങ്കിൽ അവിടെ നിന്ന് പൂർണ്ണമായൊരു പുനരധിവാസമാണ് ആവശ്യം. വയനാട്ടിന് സമാനമായ ബൃഹത്തായ ഒരു പുനരധിവാസ പദ്ധതി വിലങ്ങാട്ടും ആവശ്യമായി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 112 വീടുകൾക്കാണ് ഭാഗികമായി തകർച്ച ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 6-7 കോടിയോളം ഈ കെട്ടിടങ്ങളുടെ തകർച്ചയിൽ നഷ്ടം കണക്കാക്കുന്നുണ്ട്. അതുപോലെ കൃഷിസ്ഥലങ്ങൾ നശിച്ചു പോയതിൽ 11 കോടിയാണ് നഷ്ടം കണക്കാക്കുന്നത്. KSCB അവരുടെ നഷ്ടം മാത്രം 6 കോടി കണക്കാക്കുന്നു. ഈ രീതിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ നഷ്ടങ്ങൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുനരധിവാസത്തിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വിദഗ്ധ സംഘം പഠനം നടത്തുന്നത്. ഇതൊരു കേന്ദ്ര സംഘമൊന്നുമല്ല, സംസ്ഥാനത്തെ ജില്ലയിലെ വിദഗ്ധരായിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ ജിയോളജിസ്റ്റുകളുണ്ട്, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഹൈഡ്രോളജിസ്റ്റുകളുണ്ട്, ഹസാർഡ് സ്റ്റഡീസ് നടത്തുന്ന ആളുകളുണ്ട്, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുണ്ട്. അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള പഠനം നടത്തുന്ന സംഘങ്ങളാണിപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ അല്പസമയം അവിടെ നിന്ന് ഇറങ്ങി വരും. ഒരുപക്ഷെ അവർ മാധ്യമം കൊണ്ട് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ കൂടി അവർ ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വിലങ്ങാട്ട പുനരധിവാസം അതിവേഗത്തിലാക്കണം എന്ന് റവന്യൂ മന്ത്രിയുടെയും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുകയും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പുനരധിവാസത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ വിലങ്ങാട്ടും അത്തരത്തിൽ ബാധിച്ചിട്ടുള്ള മേഖലയാണ്. അവിടുത്തെ ജനങ്ങളെയും മാറ്റിപ്പാർപ്പിക്കണം. ഇപ്പോഴവരെല്ലാം സ്കൂളുകളിലാണ് ക്യാമ്പുകൾ തുടരുന്നത്. എന്നാൽ സ്കൂളുകൾ തുടർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്, സ്കൂളുകൾ തുറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെല്ലാം തൽക്കാലത്തേക്ക് പാരിഷ് ഹാൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഹാളിലേക്ക് മാറ്റാനാണ് തീരുമാനം. ആ ഹാളിലേക്ക് മാറ്റിയാൽ പോലും അവരെ വാടക വീടുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അവിടെ നിന്ന് അവരെ എങ്ങോട്ട് മാറ്റും, അവന് എത്ര വീടുകൾ വേണം എന്നൊക്കെയാണ് ഇനി പഠനം നടത്തി പെട്ടെന്ന് വ്യക്തമാണ്. വയനാട് പോലെ തന്നെ ചേർത്ത് പിടിക്കേണ്ട ഒരു സ്ഥലമാണ് വിലങ്ങാട്. അവിടെയും കൃത്യമായ ഒരു പുനരധിവാസ പാക്കേജ് സർക്കാർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. റവന്യൂ മന്ത്രി K രാജൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശനം നടത്തിയപ്പോൾ ഒറ്റയ്ക്കാക്കില്ല, ഒറ്റപ്പെടുത്തില്ല എന്ന ഉറപ്പ് ആ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ജീവനോപാധിയും വീടും ആശ്രയമായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ജനത തന്നെയാണ് വിലങ്ങാട് നിൽക്കുന്നത്. 100-ലധികം വീടുകൾക്ക് ഭാഗികമായിട്ടുള്ള തകരാറും 20-ലധികം വീടുകൾക്ക് പൂർണ്ണമായ തകരാറും ഉണ്ടായിട്ടുള്ള വലിയ ഉരുൾപൊട്ടൽ തന്നെയാണ് വിലങ്ങാടും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ ആളപായം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. വിലങ്ങാട് നിന്നാണ് VS രഞ്ജിത്ത് തത്സമയ വിവരങ്ങൾ നൽകിയത്.